മദ്രാസ് മദ്രാസ് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി മദ്രാസ് 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 പുത്തൻ സ്റ്റാൻഡേർഡ് 2000 ആണ്. ബസ് ചാർജ് എന്നാൽ മതി. മദ്രാസ് സേലം വഴി മദ്രാസ്. AC കാറാണ്. ചാനൽ മ്യൂസിക് ഉണ്ട്. മദ്രാസ് സേലം വഴി മദ്രാസ്. വണ്ടി ഒന്ന് നോക്കി നിർത്താം. എന്തിനാ സാർ? ഓഹോ, ഞാനും ഇതങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. മലയാളികൾക്കൊക്കെ ഈ ഒരു കാര്യത്തിൽ വലിയ ഒരുപ്പാ സാർ. താക്കോൽ ഇവിടെ ഇരിക്കട്ടെ. എന്താ കാര്യം? കടുവയെ കിടുവ പിടിക്കുന്നോടാ. നിന്റെയൊക്കെ അപ്പന്മാര് പൂജപ്പുര സെൻട്രലിൽ എന്നോട് ഉണ്ടാ. അവന്മാരെന്നോട് കളിച്ചിട്ടില്ല. ഞാൻ പരോളിലായി പോയ നിന്റെയൊക്കെ ഭാഗ്യം. ഒരു കാറ് മോഷ്ടാക്കള്. அப்பா என்ன பண்றீங்க? வேலையை கவனியப்பா. அங்கடா வேடிக்க. என்னையா வண்டியா டப்பாவா? നമ്മളാണോ മുതലാളി? என்ன நீங்க தானே முதலாளி?
என்னென்ன தொழிலாளியா? பார்த்தா தெரியல, நான் தாயா பட்டறைக்கு முதலாளி. உனக்கு என்ன வேணும்? ஐயா காப்பாத்தணும். காப்பாத்தணுமா? எப்படி? அண்ணாச்சி இந்த வண்டி நம்ம வண்டி கிளாஸ் மாറ്റി വൈകുന്നേരത്തിനകം തരണം. இல்லைன்னா கொலை பண்ணிடுவேன். கொலையா? ஏண்டா ஏன் ஒர்க் ஷாப்புக்கு வந்து என்னையே கொலை பண்றங்கறியே? உனக்கு என்ன திமிர் இருக்கணும்? അല്ല സ്വാമി ഉങ്ങളെ അല്ല എന്നെ. അവന്മാര് ഈ കാറിന്റെ ഉടമസ്ഥന്മാര്. ഞാൻ വെറും ഡ്രൈവർ. മലയാളി, ഏഴை, പുവർ മാൻ. அடடா, இன்னைக்கு நிறைய வேலை இருக்கப்பா. நீ ஒண்ணு பண்ணு, வண்டி இங்க விட்டுட்டு நாளை காலையில வா. അയ്യോ നാളെ കാലയിലെയാ? ഇന്ന് വൈകുന്നേരം വേണം. யோ, முடியாதுன்னா முடியாதுதான். நாளை காலையில வாயா, போயா. டேய், வேலையை பாருடா. என்ன வேணும் சார்? என்ன இருக்கு? மசால் தோசை, ஊத்தப்பம், இட்லி, வடை, பொங்கல், சப்பாத்தி, பரோட்டா. மசாலா தோசை என்ன விலை? 4 ரூபா 50 காசு. பிளைன் தோசை 3 ரூபா 50 காசு. வடை 1 ரூபா. ஒரு சாய மாத்திரம் கொடு. டேய் சுப்பிரமணி, ஐயர் வந்துட்டு இருக்காரு. சம்பு ஐயர். ஒரு ஸ்பெஷல் டீ, ஒரு ஸ்பெஷல் மசாலா தோசை, எல்லாம் மாமூல். முருகா, என்ன முதலாளி சௌக்கியமா? சௌக்கியம். உட்காரு உட்காரு. பாதிரா தங்கப்பன் எடா பயங்கர தினத்தந்தி வரலையா இன்னைக்கு? வந்திருக்கே. கொஞ்சம் கூட. അവിടെ മുങ്ങിട്ടവൻ ഇവിടെ പൊങ്ങിയ. வெள்ளப்பகுதியில் முதலமைச்சர் மழையில் நனைந்து கொண்டே குறைகளை கேட்டார். பாதிக்கப்பட்டவர்களுக்கு உணவு பொட்டலம். മലയാളം പോലും വായിക്കാൻ അറിയാത്ത ഇവൻ തമിഴ് വായിക്കുന്ന. தேங்கி கிடக்கும் தண்ணீரை பம்பு வைத்து அகற்ற அதிகாரிகளுக்கு கட்டளையிட்டார். എടാ തങ്കപ്പ, എടാ പാതിരാ തങ്കപ്പ, തങ്കപ്പ നിലവാ പുല്ലേ അവിടെ. എടാ പാതിരാ. பாதிராவா? யார் நீ? யார் நீயா? എടാ ഞാൻ തോമാ, തൊരപ്പൻ. துறப்பனா? எந்த துறப்பன்? എന്നെ നിനക്ക് അറിയില്ലേ? நீ பேசுறது என்ன மொழி? ஒண்ணுமே புரியலே. உனக்கு என்னப்பா வேணும்? എടാ തെണ്ടി, പകല് മുഴുവൻ ഉറങ്ങുകയും പാതിരായ്ക്ക് ഡ്രാക്കുളയെ പോലെ എഴുന്നേറ്റ് മോഷ്ടിക്കുകയും ചെയ്യുന്ന നിനക്ക് പാതിരാ തങ്കപ്പൻ എന്ന ഓമനെ പേരിട്ട ഈ തൊരപ്പൻ തോമയെ നീ മറന്നുപോയടാ. டேய் பைத்தியம், எனக்கு நிறைய வேலை இருக்கு. അപ്പൊ നീ തങ്കപ്പൻ അല്ലയാ? இல்ல. മലയാളം தெரியாதா? தெரியாது தெரியாது தெரியாது. സോറി, ഞാൻ വേറെ മനുഷ്യനെന്ന് നനച്ചേ. വണക്കം. வணக்கம். അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അപ്പൊ നീ മലയാളം മറന്നിട്ടില്ലല്ലേ? മുഴുവനായിട്ട് മറന്നിട്ടില്ല. അയ്യോ അയ്യോ തോമാ. അപ്പൊ നീ പേരും മറന്നിട്ടില്ലല്ലേ? ഇല്ല. ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാ. ജാതി മാറി, പേര് മാറി, പെണ്ണും കെട്ടി, ഭാര്യയുടെ പേര് ജ്ഞാനസുന്ദരി. എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഇന്ന് ഞാൻ ശംഭു അയ്യരാണ്. മോഷണം, പിടിച്ചു പറി തുടങ്ങിയ കലകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. സ്ത്രീധനമായിട്ട് എനിക്ക് 2 ടാക്സി കാറുകൾ കിട്ടി. എന്റെ കഠിനാധ്വാനം കൊണ്ട് ഞാനത് 4 ടാക്സി കാറാക്കി. നീ ജയിലിൽ ചാടിയോ? അല്ല, പരോളിലാണ്.
2 ദിവസത്തിനകം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും നിന്നെ പോലാവും. ഏതായാലും നിന്നെ കണ്ടത് നന്നായാലേ. നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ ഭാര്യയും ബന്ധുക്കളെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അത് മാത്രം വേണ്ട. അത് ബ്രാഹ്മണന്മാരല്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും. ബ്രാഹ്മണനോ? അതെ, ശംഭു അയ്യർ. എന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ നിന്റെ ഭാര്യയെ ഞാനൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എവിടെ ഒന്ന് തങ്ങുന്നത്? അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ നല്ലൊരു തുക്കട ലോഡ്ജ് ഉണ്ട്, അവിടെ തങ്ങിക്കും. തുക്കട ലോഡ്ജ്? അതെ, നിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കണല്ലോ. ഞാൻ വൈകുന്നേരം വരാം. വരണമെന്നില്ല, വൈകുന്നേരം പോലീസ് അവിടെ എത്തും. നിനക്കൊരു കാര്യം അറിയാവൂ, നിന്നെ പിടിച്ചു കൊടുത്താ എനിക്ക് 10,000 രൂപ ഗവൺമെന്റ് തരും. ഇനാം പ്രഖ്യാപിച്ചത്. ആ പണം കൊണ്ട് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ താമസിക്കാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. എന്റെ വീട്ടിലൊഴിച്ച് എവിടെയാ നിനക്ക് താമസിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഏർപ്പാട് ചെയ്യാം. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം. അത് വേണോ? വേണം. 2 ദിവസമെങ്കിൽ 2 ദിവസം. അന്തസ്സുള്ള കള്ളന്മാരെ പോലെ എനിക്കൊന്ന് സൂഹിക്കണം.